നിജറുടെ കൊലപാതകത്തിൽ കാനഡയിൽ തടവിൽ കഴിഞ്ഞിരുന്ന 4 ഭാരതീയർക്ക് ജാമ്യം. കുറ്റാരോപണം തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. കൊലപാതകം ആസൂത്രണം ചെയ്തത് ഭാരതമെന്ന ട്രൂഡോയുടെ ആരോപണത്തിന് തിരിച്ചടി കൂടിയാണ് കോടതിയുടെ നിലപാട്. ഭാരതീയരായ കരൺ ബ്രാർ, കരൺപ്രീത് സിംഗ്, അമൽപ്രീത് സിംഗ് എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊലപാതകത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നതിന് പ്രാഥമിക തെളിവ് ഹാജരാക്കാനായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. 2023 ജൂൺ 18-നാണ് നിജർ കൊല്ലപ്പെട്ടത്. തുടർന്ന് മെയ് മാസത്തിൽ 4 പേരും അറസ്റ്റിലായി. കൊലപാതകത്തിന് പിന്നിൽ ഭാരതീയരെന്ന ആരോപണം കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ മുന്നോട്ട് വച്ചിരുന്നു. അറസ്റ്റിലായവർ ഭാരതീയരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം. തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി പറയുന്നത് തന്നെ കേസ് കെട്ടിച്ചമച്ചതിന് കൃത്യമായ തെളിവാണ്. കൊലപാതകത്തിന്റെ പിന്നിൽ ഭാരതമെന്ന ആരോപണത്തിന് ശക്തമായ തിരിച്ചടി കൂടിയാണ് കോടതി വിധി. നിജരുടെ കൊലപാതകം ഭാരതത്തിന്റെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കം ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം തകർത്തിരുന്നു. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിൽ തന്നെ ഇത് വിള്ളലുണ്ടാക്കി. കൊലപാതകത്തിന് പിന്നിൽ ഭാരതമെന്ന ആരോപണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയായിരുന്നു എന്നാണ് ആരോപണം. ഖാലിസ്ഥാൻ ഭീകരരുടെ പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേരത്തെ ട്രൂഡോയെ പിന്തുണച്ചിരുന്നു. പിന്നീട് പിന്തുണ പിൻവലിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നിയമപരമായ നടപടികൾ ഉണ്ടായതെന്നതും പ്രത്യേകതയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.